أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയിലേക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തേതായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനിൽ എല്ലാവിധ കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ആരാണ് വിശ്വാസി, ആരാണ് യഥാർത്ഥമായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ, ആരാണ് തന്റെ ദൈവവുമായി, തന്റെ ഈശ്വരവുമായി, തന്റെ സൃഷ്ടാവുമായി ഏറ്റവും ബന്ധമുള്ളവൻ, എങ്ങനെയാണ് നമ്മൾ അവരെ തിരിച്ചറിയുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഓരോ മതത്തിലെയും അനുഭാവികൾ അവരുടേതായ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വാസകാര്യത്തിൽ ബാപ്പയെന്നോ ഉമ്മയെന്നോ അച്ഛനെന്നോ അമ്മയെന്നോ വ്യത്യാസമില്ലാതെ ഏറ്റക്കുറച്ചിലുകൾ വിശ്വാസത്തിൽ വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അച്ഛൻ ഈശ്വരവിശ്വാസി അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മകൻ ഈശ്വരവിശ്വാസിയാകാം. ഒരു അമ്മ കറകളഞ്ഞ വിശ്വാസിയാകാം, അച്ഛനേക്കാൾ അല്ലെങ്കിൽ മക്കളേക്കാൾ. അതുപോലെ തന്നെ ഉമ്മയും വാപ്പയും ഇത്തരണത്തിൽ തന്നെയാണ്. ചിലപ്പോൾ മകൻ വിശ്വാസിയാണ്, വാപ്പയ്ക്ക് അത്രയും വിശ്വാസം പോരാ, ഉമ്മയ്ക്കാണെങ്കിൽ അത്രയും പോലുമില്ല. എന്നാൽ നേരെ മറിച്ച് ചില മക്കളുടെ വിശ്വാസം, അവരുടെ ആ ദൈവത്തോടുള്ള അടുപ്പവും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിൽ പോകുന്ന അമ്പലവാസികൾ എപ്പോഴും അമ്പലവുമായി ബന്ധപ്പെടും. ചർച്ചുവാസികൾ ചർച്ചുമായി ബന്ധപ്പെടും. മുസ്ലിമാണെങ്കിലോ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും അല്ലാഹുവിലേക്ക് ഇബാദത്തുമായി നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ജനങ്ങൾ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ആരാണ് വിശ്വാസി? നമ്മളെല്ലാവരും ഒരു വിശ്വാസിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിചിന്തനം നടത്തണം. തന്റെ ദൈവത്തിന്റെ, തന്റെ സൃഷ്ടാവിന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ അവന്റെ ഏതെങ്കിലും ദൃഷ്ടാന്തങ്ങൾ കാണുകയോ ഓതിക്കേൽപ്പിക്കുകയോ ചെയ്യപ്പെട്ടാൽ നമ്മൾ തരണത്തിലായിരിക്കും നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കുക എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. പടച്ച തമ്പുരാനെ കുറിച്ച്, തന്റെ സൃഷ്ടാവിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ആ നാഥന്റെ കാര്യങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങും. അവരുടെ ഹൃദയങ്ങൾ അതാ ഭയപ്പെടുകയാണ്, നടുങ്ങുകയാണ്. അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസങ്ങൾ വർദ്ധിക്കുകയാണ്. തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും തന്റെ പടച്ച തമ്പുരാനിലേക്ക് തവക്കൽ ചെയ്യുന്ന, ബലമേൽപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ, അവനെ നമ്മൾക്ക് വിശ്വാസി എന്ന് വിളിക്കാം. നമ്മളെന്തെല്ലാം പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഈ സന്ദർഭങ്ങളെല്ലാം നാം ഭയപ്പെടുകയാണ്. എന്നാൽ അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ,
അവൻ ഭയപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അത്തരണത്തിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സുകളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരികയും എല്ലാം അല്ലാഹുവിലേക്ക് തവക്കൽ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണല്ലോ. അവനല്ലാതെ ഒരു ഇല വീടില്ല, ഒരു ഇല പഴുക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മരത്തിൽ നിന്നൊരു ഇല കുഴിഞ്ഞു വീഴണമോ, അത് പടച്ചവന്റെ വേണ്ടുക തന്നെ വേണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനിലൂടെ പറയുകയാണ്, എന്തൊരു കാര്യം തീരുമാനിക്കണോ അതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനം മാത്രമാണ്. ഇത് വെറുതെ പറയുന്നതാണോ? അല്ല. ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എല്ലാം നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിഅത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ശേഷമോ അല്ലദീന യുഖീമൂന അസ്സലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമസ്കാരമതാ കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്. അവർ നിസ്കാരത്തിന് മടി കാണിക്കുകയില്ല. അവർക്കെങ്ങാനും ഒരു നമസ്കാരം നഷ്ടപ്പെട്ടാൽ അവർ കരയുകയാണ്, വിഷമിക്കുകയാണ്. അത്തരണത്തിൽ നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്. അതുപോലെ നാം നൽകിയതായ അല്ലാഹു നൽകിയതായ സമ്പത്തുണ്ടല്ലോ, അതിൽ നിന്ന് നല്ല രീതിയിൽ ചിലവഴിക്കുന്നവരാണ്. ഇങ്ങനെ ചിലവഴിക്കാനാണ് ദൂർത്തടിക്കുവാനോ വെള്ളമടിച്ചു കളയുവാനോ അഭാസത്തരങ്ങൾക്കോ ഒന്നുമല്ല. ദീനിന്റെ മാർഗത്തിൽ ആ പൈസ ചിലവാക്കുകയാണ്. പാവപ്പെട്ടവർക്കും മറ്റുള്ളവർക്കുമായി സഹായങ്ങൾ ചെയ്യുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയുള്ള ഒരു വ്യക്തിയുണ്ടോ, അവനെ നമുക്ക് മുഅ്മിനെന്ന് വിളിക്കാം. അല്ലാത്തവർക്ക് ആ മുഅ്മിനെന്ന പദവിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. അവർ തന്നെയാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് അവരുടെ രക്ഷിതാവിൽ പല പദവികളുണ്ട്. പാപമോചനവും ഉദ്ധാരമായ ഉപജീവനവുമുണ്ട് പരിശുദ്ധ ഖുർആൻ. അവർക്ക് സമയാസമയം ആഹാരം എത്തിച്ചു കൊടുക്കുവാൻ അല്ലാഹു എത്തിച്ചു കൊടുക്കും. ഒരിക്കലും ഇടുക്കമുണ്ടാകില്ല. അതുപോലെ തന്നെ പാപമോചനമുണ്ട്, ഉപജീവനത്തിന്റെ ഉദാരമായ ഉപജീവനവുമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിലേക്ക് തവക്കൽ ചെയ്തുകൊണ്ടൊരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ, തന്റെ സൃഷ്ടാവിൽ ബലമേൽപ്പിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ, അവനൊരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല. ഇന്നിവിടെ അവകാശം മാത്രമേയുള്ളൂ, ഞാൻ ദൈവവിശ്വാസിയാണ്, പറച്ചിൽ മാത്രമേയുള്ളൂ. പക്ഷേ അവൻ വിശ്വാസിയാണോ അല്ല? പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ റബ്ബിലേക്ക് അടുക്കണേ. ഇങ്ങനെയുള്ളവരാണ് അല്ലദീന യുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മുഅ്മിനീങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്തരണത്തിൽ മനുഷ്യ, ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് അടുക്കുവാനായി ശ്രമിക്കണം. നാഥനതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമ്മുടെ വിശ്വാസങ്ങൾ തോന്നുന്നത് പോലെയാണ്. ദേഹേച്ഛകൾക്ക് വിധേയമായി കൊണ്ട് നമ്മുടെ ശരീരം എന്താണോ നമ്മോട് കൽപ്പിക്കുന്നത്, അതല്ലയോ ഞാനും നിങ്ങളും ചെയ്യുന്നത്. ദേഷ്യപ്പെടുക,
അകാരണമായി ദേഷ്യപ്പെടുന്ന കുറെ ആളുകളുണ്ട്. കാരണത്തിന് നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ സമയവും നല്ല ക്ഷമയോടുകൂടിയും സഹനതയോടുകൂടിയും മുന്നോട്ട് പോകണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ളവരാണ് വിശ്വാസികൾ. അവർ പേടിക്കേണ്ടതില്ല, അവർ ഭയപ്പെടേണ്ടതില്ല. അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും റബ്ബ് തആല നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് പരിശുദ്ധ ഖുർആൻ ആ സൂറത്തുൽ അൻഫാലിലൂടെ നമുക്ക് അറിയിച്ചു തരുന്ന ചില കാര്യങ്ങൾ. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീൻ ലകാരിഹൂൻ. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون. വിശ്വാസികൾ ഒരു വിഭാഗം ഇഷ്ടമില്ലാത്തവരായിരിക്കെ തന്നെ അതാ തങ്ങളുടെ വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിന് തങ്ങളുടെ രക്ഷിതാവ് തങ്ങളെ പുറത്തിറക്കിയതുപോലെ തന്നെയാണ്. അല്ലാഹു ഒരു സുയുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ബദർ യുദ്ധത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ. വിശ്വാസികളിൽ ഒരു വിഭാഗം ഇഷ്ടമില്ലാത്തവരായിരിക്കെ തന്നെ താങ്കളുടെ വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിന് താങ്കളുടെ രക്ഷിതാവ് താങ്കളെ പുറത്തിറക്കിയത് പോലെ തന്നെയാണത്. യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യന കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ. ന്യായമായ കാര്യത്തിൽ അത് വ്യക്തമായതിനു ശേഷവും അവർ താങ്കളോട് തർക്കിക്കുകയായിരുന്നു. അവർ നോക്കി നിൽക്കിരിക്കെ മരണത്തേക്ക് അവർ നയിക്കുന്നത് പോലെ. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَقُولُ لَكُمْ وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ وَيَقْطَعَ دَابِرَ الْكَافِرِينَ. പരിശുദ്ധമായ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധങ്ങൾ നടന്നിരുന്ന കാലഘട്ടം. എവിടെ എന്തിനു വേണ്ടിയാണ് യുദ്ധങ്ങൾ നടന്നിരുന്നതെന്ന് മനസ്സിലാക്കണം. വിശ്വാസത്തിന്റെ പേരിൽ യുദ്ധം നടന്നതാണ് ഇസ്ലാം. ഇസ്ലാമിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ടോ അത് ദൈവികമായ വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. മറ്റു മതങ്ങളിൽ യുദ്ധം നടന്നിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ്? രാജ്യത്തിന് വേണ്ടി, പെണ്ണിനു വേണ്ടി. ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ യുദ്ധങ്ങളെല്ലാം നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് അവർ യുദ്ധം നടത്തിയത്? വിശ്വാസത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുവാനോ, വിശ്വാസത്തിലേക്ക്, ദൈവിക സന്ദേശത്തിലേക്ക്, ദൈവത്തിന്റെ മതത്തിലേക്ക് ആളുകളെ വിളിക്കുന്നതിനെതിരായി അതിനെ എതിർക്കുകയോ? വിശ്വാസസംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധമല്ല മറ്റു മതങ്ങളിലുള്ളത്. നമ്മളെടുത്ത് പരിശോധിച്ചാൽ കാണാം. ഏത് വിശ്വാസം എടുത്ത് നോക്കിക്കോ, ഏത് ഗ്രന്ഥവും എടുത്ത് പരിധിക്കോ, നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഏത് വിശ്വാസവുമായിട്ടാണ്? പടച്ച തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങൾ രാജ്യത്തിൽ നടപ്പിലാക്കുവാൻ, ലോകത്ത് നടപ്പിലാക്കാൻ, ഒരു സമൂഹത്തിൽ നടപ്പിലാക്കാൻ പ്രവാചകന്മാര് വരുമ്പോൾ അവരെ എതിർത്തിരുന്നവരുമായി യുദ്ധം ചെയ്യുകയാണ് ഇസ്ലാം ചെയ്തത്. അല്ലാതെ കുടിപ്പകയുടെ പേരിലോ ആദ്യകാലങ്ങളിൽ അങ്ങനെയൊന്നും യുദ്ധം നടന്നിട്ടില്ല. ഇന്നത്തെ യുദ്ധം എന്താണ്? ഇന്നും അതുപോലെ തന്നെ വിശ്വാസികളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറെ ആളുകൾ. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അല്ലാഹ് ഉണർത്തുകയാണ്, നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്?
നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സൃഷ്ടാവ് പ്രപഞ്ചനാഥൻ ഉറപ്പ് നൽകുമ്പോൾ എന്തേ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, രണ്ട് സംഘങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് അധീനമാകുന്ന അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്ന സന്ദർഭം ഓർക്കുക. ആയുധബലമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാകണമെന്ന് നിങ്ങൾ കൊതിച്ചിരുന്നത്, അല്ലാഹുവാകട്ടെ തന്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർന്നു കാണും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയുവാനാണ് അവൻ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് വേറെ, മുഅ്മിനീങ്ങൾ ഉദ്ദേശിച്ചത് വേറെ. എന്തേ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ലിയുഹിക്കൽ ഹഖ വയുബ്തിലുൽ ബാതില വലൗ കരിഹൽ മുജ്രിമൂൻ. സത്യത്തെ സത്യമായി പുലർത്തേണ്ടതിനും അസത്യത്തെ ഫലശൂന്യമാക്കേണ്ടതിനും മാത്രമേ അത് ദുഷ്ടന്മാർക്ക് അതത്ര അനിഷ്ടകരമായി തോന്നിയാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ ഇവിടെ കൊണ്ടുവരും. സത്യം മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ള, അസത്യമെന്നും പരാജയപ്പെട്ടു പോകും, അതില്ലാതാകും. അതെല്ലാവർക്കും അറിയുന്നതാണ്. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പറയുകയാണ്. ബദർ യുദ്ധത്തിൽ സത്യനിഷേധികളും സത്യവിശ്വാസികളും തമ്മിലാണ് യുദ്ധം നടന്നത്. إذ يستغيثون ربكم فاستجاب لكم أني ممدكم بالألف من الملائكة مردفين. നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരുന്ന ആ സന്ദർഭം ഓർക്കണേ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടിയിരുന്ന ആ സന്ദർഭം തുടരെയായി 1000 മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്നപ്പോൾ അവൻ നിങ്ങൾക്ക് മറുപടി നൽകിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് വിശ്വാസികൾ കുറവായിരിക്കെ ശത്രുക്കളുടെ അംഗബലവും ആയുധബലവും കൂടുതലായിരിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് തന്റെ സൃഷ്ടാവിനോട് മുഅ്മിനീങ്ങൾ. വിശ്വാസികൾ പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് സഹായം നൽകിയത്? മലായികത്തുകളെ, 1000 മലക്കുകളെ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി സഹായിച്ചില്ലയോ മുഅ്മിനീങ്ങളെ? വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ വലിതത്മഇന്ന ബിഹി ഖുലൂബുകും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹി ഇന്നല്ലാഹു അസീസുൻ ഹകീം. ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിനും വേണ്ടി മാത്രമാണ് പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയത്. അല്ലാഹുവിൽ നിന്നല്ലാതെ യാതൊരു സഹായവുമില്ല. തീർച്ചയായും അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. ജനങ്ങളെ, നമ്മൾക്കൊരു കഴിവുമില്ല. എനിക്ക് കഴിവുണ്ടോ? എന്റെ കൂട്ടുകാരന്മാർക്കോ എന്റെ സഹപാഠികൾക്കോ എന്റെ കുടുംബക്കാർക്കോ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർക്കോ എന്റെ രാജ്യം ഭരിക്കുന്ന നേതാവിനോ രാജ്യം ഭരിക്കുന്ന ആഗോള രാജ്യം ഭരിക്കുന്നതായ ലോക പോലീസിനോ ലോകം നയിക്കുന്നവനോ ലോകത്തിന്റെ മനുഷ്യനായി ലോകത്തെ നിയന്ത്രിക്കുന്നവനോ മനുഷ്യ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും മനുഷ്യജീവികളിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവന് എന്താണ് കഴിവുള്ളത്? ഒരു കഴിവുമില്ല. അള്ളാഹു കൊടുത്ത ചെറിയ കഴിവല്ലാതെ അതല്ലാതെ എന്ത് കഴിവാണ് അവനുള്ളത്? അവനൊരു സഹായം കിട്ടണമെങ്കിൽ അത് അല്ലാഹുവിന്റെ സഹായം മാത്രമാണ്. വിശ്വാസികൾക്ക് അല്ലാഹു പ്രത്യേകമായ സഹായം നൽകുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ചില സന്ദർഭങ്ങളിൽ ചില ഘട്ടങ്ങളിൽ അല്ലാഹു അതാ സഹായം നൽകുകയാണ്. എന്നാൽ നിങ്ങൾക്ക് പരീക്ഷണമുണ്ട്. അവരെത്രമാത്രം ക്ഷമിക്കുമെന്ന് പരീക്ഷിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചത് അവൻ നടപ്പിൽ വരുത്തുകയാണ്. ഇത് യുഅശീകുമുൻ നുആസ അമനതൻ മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുദ്ഹിറകും ബിഹി വയുദ്ഹിബൻകും റിജ്സ ശൈത്വാൻ വലിയർബിത അലാ ഖുലൂബികും വയുഥബ്ബിത ബിഹിൽ അഖ്ദാം. അല്ലാഹു തന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയുമായി നിങ്ങളെ നിദ്രാമയക്കം നൽകിക്കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നതായ സന്ദർഭം ഓർക്കണേ.
അള്ളാഹു തന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയുമായി നിങ്ങളെ നിദ്രാമയക്കം കൊണ്ട് ആവരണം ചെയ്തിരുന്ന സന്ദർഭം നോക്കണേ, നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും നിങ്ങളിൽ നിന്ന് പിശാചിന്റെ ദുർബോധനം നീക്കിക്കളയുന്നതിനും നിങ്ങളുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിനും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടി അവൻ നിങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിരുന്ന സന്ദർഭം നോക്കണേ. പരിശുദ്ധ ഖുർആൻ ബദർ യുദ്ധത്തിന്റെ ആ സന്ദർഭം ലോക മുസ്ലിമീങ്ങളിലേക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ യുദ്ധം ചെയ്തു. സത്യം പുലരുന്നതിനു വേണ്ടിയും അസത്യത്തിന്റെ വ്യക്താക്കളുമായി അടരാടിയ സന്ദർഭം പറയുകയാണ്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجس الشيطان وليربط على قلوبكم ويثبت به الأقدام. അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوه فوق أعناق واضربوا منهم كل بنان. പരിശുദ്ധ ഖുർആനിലൂടെ അൻഫാൽ എന്ന് പറയുന്ന സൂറത്തിൽ താങ്കളുടെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം, ആ ബോധനം എന്താണെന്ന് ഓർക്കണേ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയമിട്ട് കൊടുക്കുന്നതാണ്. അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. ആരോടാണ് ഈ യുദ്ധം ചെയ്തത്? മക്കയിലും മദീനയിലും ജീവിക്കുവാൻ യാതൊരു തരത്തിലും അവരെന്ത് ചെയ്യുകയാണ്? അവകാശം നൽകാതെ, അവസരം നൽകാതെ, എപ്പോഴും ബുദ്ധിമുട്ടുകളുമായി മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ ദ്രോഹിച്ചിരുന്ന ഒരു മിക്കം വിഭാഗമുണ്ടായിരുന്നു. മക്കാ മുശ്രിക്കീങ്ങൾ, അവർ വിഗ്രഹ ആരാധകരായിരുന്നു, ബഹുദൈവ വിശ്വാസികളായിരുന്നു, മുശ്രിക്കുകളായിരുന്നു, അല്ലാഹുവിനെ മറ്റൊന്നിലേക്ക് പങ്കുചേർത്ത് ആരാധിച്ചവരായിരുന്നു. എത്ര ബുദ്ധിശൂന്യമായ കാര്യമാണ് അവർ ചിന്തിച്ചില്ലായിരുന്നു. അവരുടെ ബുദ്ധി ശൂന്യമാണല്ലോ. അവരാരാധിക്കുന്നത് ആരെയാണ്? നിർജീവ വസ്തു, ജീവനില്ലാത്ത ആരോ കൈകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട, ഒരു ശില്പിയുടെ കരവിരുതിനാൽ നിർമ്മിക്കപ്പെട്ട വെറും നിർജീവ വസ്തുവിനെ പൂജിക്കുക വഴി ദൈവം അവരെ കടയുമെന്നുള്ള, കടാക്ഷിക്കുമെന്നുള്ള ബുദ്ധിശൂന്യമായ നിലപാടുമായി മുന്നോട്ട് പോയിരുന്ന ഒരു വിഭാഗം മുശ്രിക്കുകളെ സത്യത്തിന്റെ പാന്താവിലേക്ക് വിളിച്ചപ്പോൾ അവരാ വാക്കുകളെ തള്ളിക്കളയുകയും, എന്നാൽ അവർ അവരുടെ മതവുമായി മുന്നോട്ട് പോകട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവുമായി മുന്നോട്ട് പോകാമെന്നുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സത്യവിശ്വാസികളെ ഉന്മൂലനം ചെയ്യുവാനും അവരുടെ വിശ്വാസങ്ങളെ തകർക്കുവാനും നാട്ടിൽ താമസിക്കുവാനും പറ്റാത്ത വിധത്തിൽ അവരെ ദ്രോഹിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗം മുശ്രിക്കീങ്ങൾ അവരുടെ മർദ്ദനം സഹിക്കാതെ വന്നു. പല രീതിയിലുള്ള കോപ്രായങ്ങൾ, അവർ ക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. അവസാനമത് ആ പലായനം ചെയ്യേണ്ടി വന്നു. എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ പലായനം ചെയ്യുകയാണ്. ആര് പറഞ്ഞിട്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ പൊയ്ക്കൊള്ളണേ. അവരുടെ ഉപദ്രവം ഇത്തരണത്തിലാണ്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അല്ലാഹുവിന് നന്നായിട്ടറിയാം. അല്ലാഹു അല്ലാതെ ലോകത്തിന്റെ പ്രപഞ്ചനാഥനാരാണ്? ഇന്നിവിടെ ഇലക്ഷൻ നടന്നു. ഇവിടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്
ഒരു ജനാധിപത്യ ഡെമോക്രസി ആയിരുന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിലരുടെ തൽപര കക്ഷികളുടെ അവരുടെ ആഗ്രഹം രാജ്യത്ത് സ്ഥാപിക്കുവാൻ വേണ്ടി അവരുടെ പിന്നാലെ അവരുടെ ആ വാക്കുകളെ അനുധാപനം ചെയ്തുകൊണ്ട് രാമരാജ്യം അല്ലെങ്കിൽ ഹിന്ദുരാജ്യം ഇവിടെ സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹവുമായി ചില ആളുകൾ ഉറക്കമളച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആലോചിച്ചു നോക്കണേ സഹോദരന്മാരെ, ചിലരുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഒന്നും ചിന്തിക്കാതെ കുറച്ചു നാളും വേണ്ടി മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. മനുഷ്യൻ പല വിഭാഗമാണ്, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. സൗദി അറേബ്യ മുസ്ലിം രാജ്യം, ദുബൈ മുസ്ലിങ്ങളുടെ രാജ്യം, അമേരിക്ക ക്രിസ്ത്യൻ രാജ്യം, റഷ്യ ക്രിസ്ത്യൻ രാജ്യം, ഗൾഫ് കൺട്രീസ് മുഴുവൻ ഇസ്ലാമിക രാജ്യം. അപ്പോൾ നമുക്കൊരു ഹിന്ദു രാജ്യം വേണം, ഒരു രാമരാജ്യം വേണമെന്നുള്ളതായ ആഗ്രഹം സ്വാഭാവികമായും ആളുകൾക്കുണ്ടാകാം. അപ്പോൾ അത് സ്ഥാപിക്കുവാൻ വേണ്ടി ഭരണതലത്തിൽ ഭരണത്തിന്റെ ചെങ്കോല് പിടിക്കുന്ന ആളുകളെ അവരുടെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്കെങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റിമറിക്കണം, എല്ലാ നിയമങ്ങളും കൊണ്ടുവന്ന് ഇതൊരു ഹിന്ദു രാജ്യമാക്കണം, ഹിന്ദുവിന്റെ മനുവിന്റെ തത്വങ്ങൾ ഇവിടെ നടപ്പിലാക്കണം, ഭഗവത്ഗീത അനുശാസിക്കുന്നതും മനുസ്മൃതി അനുശാസിക്കുന്നതും കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കണം എന്ന ചിന്താഗതിയിൽ ചിന്തിക്കുന്ന കുറെ ആളുകൾ. എന്നാൽ മുസ്ലിമിനും ചിന്തിച്ചുകൂടെ ഇതൊരു മുസ്ലിം രാജ്യമാക്കണം, ക്രിസ്ത്യാനിക്കും ചിന്തിക്കാം ഇതൊരു ക്രിസ്തീയ രാജ്യമാക്കണം, ബുദ്ധനും ചിന്തിക്കാം ഒരു ബൗദ്ധിക രാജ്യം, ബുദ്ധനായ മനുഷ്യന്മാർക്കും ചിന്തിക്കണം ബുദ്ധരാജ്യമാക്കണം. നടക്കില്ല സഹോദര, വെറുതെയാണിത്, വെറുതെ ആഗ്രഹങ്ങൾ മാത്രമാണ്. മുസ്ലിം ആഗ്രഹിച്ചാലും നടക്കില്ല, ക്രിസ്ത്യാനി ആഗ്രഹിച്ചാലും നടക്കില്ല, ഹിന്ദുക്കളാ ആഗ്രഹിച്ചാലും നടക്കില്ല. ആഗ്രഹിക്കണവൻ ആരാണ്? ഈ ലോകത്തെ സൃഷ്ടിച്ച് പോറ്റിപ്പോരുന്ന പടച്ച തമ്പുരാൻ തീരുമാനിക്കണം ഇത് ഏത് രാജ്യമാകണമെന്ന്. ഇതിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണേ, രാജ്യത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്, ആർക്കും ഇതിൽ അവകാശമില്ല. നമ്മളെല്ലാം വഴി യാത്രക്കാരനാണ്, അല്പസമയം ഭൂമിയിൽ ജീവിക്കാൻ വന്നവൻ, കുറച്ചു കഴിയുമ്പോൾ അങ്ങ് പോകും. എത്രയോ ആളുകൾ നമ്മളിൽ നിന്ന് പോയി. രാമരാജ്യ സ്വപ്നം കണ്ടവർ മണ്ണിന്റെ അഗാധതയിലേക്ക് പോയി, ഭൂമിയിൽ ലയിച്ചു ചേർന്നു. അതുപോലെ ഇന്നും ആഗ്രഹിച്ചിരിക്കുന്നവർ ആ ആഗ്രഹങ്ങൾ മാത്രമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. കാരണം ഇതിന്റെ ഉടമസ്ഥൻ രാമനല്ല, രാജ്യത്തിന്റെ അവകാശം ഒരു യേശുദേവനല്ല. ഈ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സരയൂ നദിയിൽ ഉടലെടുത്തതായ ശ്രീരാമന്റെ രാജ്യമല്ല. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രാജ്യമല്ല, മുഹമ്മദിന്റെ രാജ്യമല്ല. ആരുടെ രാജ്യമാണ്? ലോകം തന്നെ നിയന്ത്രിക്കുന്നവനായ സൃഷ്ടാവായ പടച്ച തമ്പുരാന്റെ രാജ്യമാണ്. അവനാണ് അതിന്റെ മാലിക്, അവനാണ് അതിന്റെ ഉടമസ്ഥാധികാരം. അവൻ തീരുമാനിക്കണം ഭൂമി ലോകത്ത് നാം എത്ര നാൾ ജീവിക്കണമെന്ന്. ഈ രാജ്യത്തെ അടിമേൽ മറിക്കാൻ എനിക്ക് എത്ര സമയം വേണ്ടിവരും? ഞാൻ ഈ രാജ്യത്തെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തുവാൻ ഇവിടത്തെ മോഡിക്ക് സാധിക്കുമോ? അമിത്ഷാക്ക് സാധിക്കുമോ? അതെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണാധികാരിക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ ഈ സൗദി അറേബ്യയിൽ ഒന്ന് ഭൂമി കുലുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ രാജാവിന് സൽമാൻ സുൽത്താന് സാധിക്കുമോ? കുവൈറ്റിലെ അമീറിന് സാധിക്കുമോ? ദുബൈയിൽ വെള്ളപ്പൊക്കമുണ്ടായി, എത്രയോ കോടികളുടെ നാശനഷ്ടം വന്നു. അവിടുത്തെ അമീറിന് സാങ്കേതിക വൈജ്ഞാനിക രംഗത്തെ യന്ത്രങ്ങൾ കൊണ്ട് പിടിച്ചു വെക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അഖില ബ്രഹ്മ കടാഹത്തിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു പൂത്തിപ്പോരുന്ന പടച്ച തമ്പുരാനാണ്. അവനോട് കൂടെ നിന്നാൽ അവന്റെ സഹായമെത്തുന്നതാണ്. ബദറിന്റെ രണാങ്കളത്തിൽ അതാണല്ലോ സംഭവിച്ചത്. മലായിക്കത്തുകളോട് പറഞ്ഞവരുടെ മനസ്സുകൾക്ക് ശക്തി കൂട്ടുവാൻ നിങ്ങൾ അവരോട് കൂടെ നിൽക്കണേ. സത്യനിഷേധികളുടെ മുരടുകളതാ മനസ്സിൽ ഭയമിട്ട് കൊടുക്കും അല്ലാഹു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഭയമിട്ട് കൊടുക്കുമ്പോൾ അവരുടെ സർവശക്തിയും ക്ഷയിച്ചു പോകും. ഇതൊക്കെ യുദ്ധത്തിന്
എളുപ്പം വരുത്തുവാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം അവന്റെ തീരുമാനമാണ്. എന്തുകൊണ്ടാണ് അവരെ നശിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞത്? ذلك بأنهم شاقوا الله ورسوله ومن يشاق الله ورسوله فإن الله شديد العقاب. അവർ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും എതിർത്ത് നിന്നതിന്റെ ഫലമത്രേ. അവർ അള്ളാഹുവിനെ എതിർത്തു, തന്റെ സൃഷ്ടാവിനെ എതിർത്തു, അതുകൂടാതെ അവൻ അയച്ചതായ ദൂതനെയും എതിർത്തു. വല്ലവനും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും എതിർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിനെയും പ്രവാചകനെയും എതിർക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അത് പുലരുക തന്നെ ചെയ്യും. ഇന്നും പുലർന്നു കഴിഞ്ഞു, ഇന്നും പുലരാനിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും റസൂലിനെയും ആര് എതിർക്കുന്നുവോ അവർ പരാജിതരാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ദാലികും വദൂഖൂഹു അന്ന ലിൽ കാഫിരീന അദാബന്നാർ. അതാ അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, സത്യനിഷേധികൾക്ക് തന്നെയാണ് നരകശിക്ഷ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. സഹോദരന്മാരെ, സത്യനിഷേധികൾ നരകാവകാശികളാണ്. തീർച്ചയായും ഇത് പറയുന്നത് ഞാനല്ല, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് ഗ്രന്ഥമാണ് സഹോദര, വിശാലമായി പ്രതിപാദിക്കുന്ന ഏത് ഗ്രന്ഥമാണ് ഇന്ന് ഭൂമി ലോകത്തുള്ളത്? പഠിക്കണം സഹോദരന്മാരെ. ഹൈന്ദവനും ക്രൈസ്തവനും ബുദ്ധനും ജൈനനും മുസ്ലിമും എല്ലാം ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കണം. അറിവെന്ന് പറയുന്നത് നമ്മൾ സമ്പാദിക്കാനുള്ളതാണ്. കളഞ്ഞുപോയ ഒരു വസ്തു തിരിച്ചു കിട്ടുമ്പോൾ നമ്മളെത്തോളം സന്തോഷിക്കുന്നുവോ അത്തരണത്തിൽ നമ്മളിൽ നിന്നും കളഞ്ഞുപോയ ആ സ്വത്തിനെ നമ്മൾ സമ്പാദിക്കണം. നമ്മൾക്ക് ഇനിയും സമയങ്ങളുണ്ട്, നമ്മൾ പഠിക്കണം സഹോദരന്മാരെ. പരിശുദ്ധ ഖുർആനിലൂടെ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഹൂറിലിംഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, സ്വർഗത്തിൽ നൽകുന്ന കൊട്ടാരങ്ങളെ കുറിച്ചും പാലരുവികളെ കുറിച്ചും തേനരുവികളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ചിലർക്കൊന്നും ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. എന്നാൽ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ കുറിച്ച് കാണുമ്പോൾ അതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗകഹും കൈഫ ബനൈനാഹാ. പരിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി പറയുന്നുള്ളതിലേക്ക് കടക്കുന്നില്ല. നമ്മളെന്ന് സാദാ സീതാ ചിന്തിക്കണേ. ആകാശത്തേതാ തൂണുകളില്ലാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. മഴയും കാറ്റും തരുന്നു, ചൂടും തണുപ്പും തരുന്നു. ഇതെല്ലാം എല്ലാ രാജ്യത്തും വ്യത്യസ്തമായ കാലയളവുകളിൽ, വ്യത്യസ്തമായ ദിനരാത്രങ്ങളിൽ, മാസങ്ങളിലെല്ലാം വ്യത്യസ്തമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പടച്ച തമ്പുരാൻ. ആ തമ്പുരായ സത്താവിനെ കുറിച്ചൊന്നറിയണേ. ഒരു അമ്പലങ്ങളും ഒരു ടെമ്പിള് പോലുമില്ലാത്ത, ഒരു മസ്ജിദ് പോലുമില്ലാത്ത, ഒരു ചർച്ച് പോലുമില്ലാത്ത സ്ഥലങ്ങളിലും ഈ മഴകൾ വർഷിപ്പിക്കുന്നില്ലയോ? ദൈവത്തെ ആരാധിക്കാത്ത സമൂഹത്തിന്റെ മേൽ മഴ വർഷിപ്പിക്കുന്നില്ലയോ? അവർക്ക് ഉപജീവന മാർഗം നൽകുന്നില്ലയോ? അവരെ ജീവിപ്പിക്കുന്നില്ലയോ? മരിപ്പിക്കുന്നില്ലയോ? അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ലയോ? ഒരു അമ്പലത്തിൽ പോകാത്ത ഒരടിമ, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോകാത്തൊരടിമ, ഒരു ചർച്ചിൽ പോകാത്തൊരടിമ, അവനും അതാ ദൈവം അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹം ചെയ്യുന്നവനാരാണ്? അവനാണ് പടച്ച തമ്പുരാൻ. അല്ലാൽ വിളിച്ചാൽ മാത്രം വിളി കേൾക്കുന്നതായ, ഏതൊന്നിനെ വിളിക്കുന്നുവോ ആ വിളി കേട്ടുകൊണ്ട് ഉത്തരം തരുന്നതായ ദൈവങ്ങളുടെ ലോകമാണിന്ന്. ആ ദൈവങ്ങളുടെ ലോകമാണിന്ന്. നമ്മൾ ഫേസ്ബുക്ക് തുറന്നാൽ നമുക്ക് കാണാം, ഇന്ന അമ്മയെ വിളിച്ചാൽ പുറത്തു വരും. എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്! വിളിക്കണോ?
ഇന്ന മുത്തമ്മ പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിച്ചാൽ വിളി കിട്ടും, അവിടെ ചെല്ലണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പള്ളിയിൽ ചെന്ന് വിളിക്കണ്ട. നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും നിങ്ങൾക്ക് ഞാനിതാ ഉത്തരം നൽകുന്നതാണ്. അത്രയധികം കാരുണ്യത്തിന്റെ ഉറവിടമായ വടച്ച തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ എവിടെ നിന്ന് വിളിച്ചോ, നിങ്ങളുടെ വിളിക്ക് ഞാനതാ ഉത്തരം നൽകുന്നതാണ്. നിങ്ങളുടെ വിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാനിതാ നിൽക്കുകയാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാമല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും കിട്ടില്ല സഹോദരാ. കൊടുക്കുന്നവനെ ആരാണ്? ഈ സൃഷ്ടാവാണ്, മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്, അല്ലാഹുവാണ്. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും സൃഷ്ടിച്ച സൃഷ്ടാവെന്നാണ്. സൃഷ്ടിയുടെ കാര്യത്തിൽ ദൈവം ഒന്നാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. സൃഷ്ടാവാണ് സൃഷ്ടിച്ചത്, മറ്റുള്ളവരെല്ലാം അവതാരങ്ങളാണ്, അവതാര പുരുഷന്മാർ. അവർക്ക് സൃഷ്ടിക്കാനൊന്നും ഒരു കഴിവുമില്ല, അവര് തന്നെ സൃഷ്ടിയാണ്. സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, ദിവസങ്ങള് മിനിറ്റുകൾ നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മൾ മാറ്റിയില്ലെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനായ സൃഷ്ടിച്ച നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ മുകളിലൂടെ ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭൂമിയെ സംവിധാനം ചെയ്ത പടച്ച തമ്പുരാന് അടുത്തൊരു സ്വർഗവും നരകവും സംവിധാനം ചെയ്യാൻ അവൻ അതിന് കഴിവില്ലയോ? കഴിവുള്ളവനാണ്, അത്തരണത്തിൽ കഴിവുള്ളവനാണ് പടച്ച തമ്പുരാൻ എന്നുള്ള ചിന്ത നമുക്ക് വേണേ. അതുകൊണ്ട് ചൊല്ലിക്കൊള്ളണേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് പറയുന്നത്? ആരാധനയ്ക്കർഹനായി ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്നും ആ ആരാധന അയക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണെന്ന് നമ്മൾ വിശ്വസിക്കണേ. അങ്ങനെ ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ അവനതാ ശിർക്കിൽ നിന്നും മാറിപ്പോയി. തന്റെ രക്ഷിതാവിനോടുള്ള കടമകൾ അവനതാ പാലിച്ചു. തന്റെ ദൈവത്തിലേക്കുള്ളതായ അടുപ്പം അവൻ എളുപ്പമാക്കി. അവനതാ യഥാർത്ഥ പാന്താവിലൂടെ അവൻ സഞ്ചരിച്ചതായി നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അവർക്കാണ് വിജയികൾ, അവരാണ് വിജയികൾ, അവർക്കാണ് വിജയം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അതുകൊണ്ട് സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള ഹൈന്ദവ സഹോദരന്മാരെ, ക്രൈസ്തവ സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തണം. ചില ദൈവങ്ങളുണ്ടെന്ന് സഹോദരൻ ആലോചിച്ചു. ഈ ദൈവങ്ങള് എപ്പോഴും ഉടലെടുത്തു? ആരുടെ സൃഷ്ടിയാണ്? ആരാണ് ഈ ദൈവത്തെ എല്ലാം സൃഷ്ടിച്ചത്? ഈ ദൈവത്തിന്റെ ഉത്ഭവം എന്നൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കേട്ടു അതിന്റെ പിന്നാലെ അങ്ങ് പോകുകയാണ്. പക്ഷെ നിങ്ങൾ എത്രയധികം പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് തരുന്നവൻ ആരാണ്? അത് മനസ്സിലാക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ മുഅ്മിനീങ്ങളെ സഹായിച്ചു. ഇന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവന്റെ മതം, അള്ളാന്റെ മതമാണ്, അല്ലാതെ മുസ്ലിങ്ങളുടെ മതമാണോ ഇസ്ലാം? മുസ്ലിങ്ങളുടെ മതമാണോ ഇസ്ലാം? ഒരിക്കലുമല്ല, അള്ളാന്റെ മതമാണ്. അള്ളാഹുവാണ് അതിന്റെ സ്ഥാപകൻ. മുസ്ലിങ്ങൾ എന്ന പേര് മാത്രമേ ഉള്ളൂ. അതിൽ വിശ്വസിച്ചുകൊണ്ട്, അവർക്ക് ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു പേര് കൊടുത്തു, മുസ്ലിം. ഇസ്ലാം മത സ്ഥാപകൻ മുഹമ്മദ് നബിയാണോ? ഒരിക്കലുമല്ല, അള്ളാഹുവാണ്. മുഹമ്മദ് നബി അതിന്റെ പ്രചാരകൻ മാത്രമാണ്. അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും പ്രചാരകൻ മാത്രം. അതിനുവേണ്ടി പ്രത്യേകം തെരഞ്ഞെടുത്തു, കഴിവ് കൊടുത്തു, സഹനത കൊടുത്തു, ക്ഷമ നൽകി. അള്ളാഹു പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾക്ക് ക്ഷമയില്ലായിരുന്നെങ്കിൽ, താങ്കൾക്ക് ഞാൻ ഇതുപോലത്തെ ഒരു ക്ഷമ തന്നിരുന്നില്ലെങ്കിൽ താങ്കളിൽ നിന്നും എല്ലാവരും അകന്നു പോകുമായിരുന്നു. ഞാൻ അതുകൊണ്ട് താങ്കൾക്ക് ഇത്തരണത്തിലുള്ള ഒരു ജീവിതം പക്വമാക്കി തന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരണത്തിൽ പ്രവാചകനെ തെരഞ്ഞെടുത്തു, അല്ലാതെ പ്രവാചകൻ പ്രത്യേക ദൈവമായിട്ടൊന്നുമല്ല. ആ പ്രവാചകൻ ആരാണെന്ന് ആദ്യം പഠിക്കുന്ന ഒരു ഹൈന്ദവനും ഒരു ക്രൈസ്തവനും
മനസ്സിലാക്കും ഇസ്ലാം എന്താണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ആരെങ്കിലും എതിർത്ത് നിൽക്കുകയാണെങ്കിൽ, വല്ലവനും അല്ലാഹുവിനെയും ദൂതനെയും എതിർക്കുന്ന പക്ഷം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശത്രുവാണ്. ചില സന്ദർഭങ്ങൾ ഞാൻ ഇപ്പൊ ഒരു ഹൈന്ദവ സഹോദരൻ പറയുകയാണ്, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും എതിരാണ്, എനിക്കെന്തേ ശിക്ഷ തരാത്തത്? അല്ലാഹ് ഇന്നാളാണ്, മുഹമ്മദ് ഇന്നാളാണെന്നൊക്കെ ഞാനും പറഞ്ഞു നോക്കാം, എനിക്കെന്തേ ശിക്ഷ കിട്ടില്ല? സഹോദരന്മാരെ, അത് എന്താണ് കാരണം? ഇവിടെയല്ല, ഭൗതിക ലോകത്ത് വെച്ചൊരു പക്ഷേ ലഭിച്ചേക്കാം, ലഭിക്കാതിരിക്കാം. പക്ഷേ അവൻ മരണശേഷം ഒരു ജീവിതമുണ്ട്. ആ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലാണ് അവൻ അതിനുള്ള ശിക്ഷ ലഭിക്കുന്നത്. അവൻ കാലാകാലം നരകത്തിലാണ്. നരകം ശിക്ഷ ഇപ്പോഴല്ലല്ലോ, ദുനിയാവിൽ നരകശിക്ഷയുണ്ടോ? അപ്പൊ നരകം എന്ന് സംവിധാനം ചെയ്തിരിക്കുന്നുവോ ആ നരകത്തിലേക്കാണ് അവനെ വലിച്ചിടാൻ പോകുന്നത്. ഇന്ന് ഈ ദുനിയാവിൽ നരകമുണ്ട് എങ്കിൽ തീർച്ചയായും ആ നരകത്തിൽ അവനെ ശിക്ഷിച്ചേനെ. പക്ഷെ അള്ളാഹു മരണത്തിന് ശേഷമാണ് സ്വർഗവും നരകവും സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ശിക്ഷ ഇപ്പോൾ ലഭിക്കാത്തതില്ലെങ്കിൽ ശിർക്ക് വെക്കുന്നവരും അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നവരും ഈ നരകത്തിൽ, ഭൗതികപരമായ നരകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവനതിൽ ആപതിച്ചുകൊണ്ട് കത്തിക്കരിയുന്ന സന്ദർഭങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് ദർശിക്കുവാൻ സാധിക്കുമായിരുന്നു. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവാണ്. പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതാണോ കേരളം? തീർച്ചയാണ്. ചുമ്മാ ഐതിഹ്യങ്ങളുടെ പുറകെ പോവുക. അപ്പൊ എത്രയധികം രാമന്മാർ മഴുവെറിഞ്ഞായിരിക്കും സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. ആരോ എഴുതി വെച്ചു, അതുവഴി അങ്ങ് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾ ഉടലെടുത്താലും ഓരോ ഏരിയകൾ എല്ലാം ഉടലെടുത്താലും നമ്മൾ നമ്മുടേതായ രീതിയിൽ ജീവിക്കുന്നവരെടുത്ത് കേരളത്തിൽ മാത്രം, കേരള ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം, ഇതൊന്നും ആരും എറിഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. ഇത് ലോകത്തുള്ള സംഭവം തന്നെ. ഇതൊക്കെ ഭൂമിയിൽ ജീവിക്കണമെന്നല്ല സംവിധാനം ചെയ്തിരിക്കുന്നത് പടച്ച തമ്പുരാനാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ആരെയെങ്കിലും എന്ത് ചെയ്തു? അള്ളാഹും അവന്റെ റസൂലുമായി എതിര് പ്രഖ്യാപിച്ചാൽ, എതിർത്താൽ നരകശിക്ഷ ഉറപ്പാണ്. ഇനി കേട്ടോ സഹോദരന്മാരെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതുമുല്ലദീന കഫറൂ സുഅം വലാ തുവല്ലൂഹുമുൽ അദ്ബാർ. സത്യവിശ്വാസികളെ, സത്യനിഷേധികൾ പടയണിയായി വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരിൽ നിന്ന് പിരിഞ്ഞോടരുതേ. ബദ്രീ ദർസിൽ ഇങ്ങനെ വന്നോളൂ, അപ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞോടരുതേ. പടച്ചവൻ പറയുകയാണ്, നിങ്ങൾ അടരാടണം. അള്ളാഹുവിന് സെക്കൻഡ് നിമിഷം കൊണ്ട് നശിപ്പിച്ചു കളയാം. അള്ളാഹുവിന് മനുഷ്യനെ കൊണ്ട് തന്നെ നശിപ്പിച്ചു കളയണമെന്നൊന്നുമില്ല. അവന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നശിപ്പിച്ചു കളയുവാൻ അള്ളാഹുവിന് സാധിക്കും. അവന്റെ ദൃഷ്ടാന്തങ്ങളായ കൊടുങ്കാറ്റ്, ഭൂകമ്പം, ആകാശലോകത്തു നിന്നും തീക്കട്ടകൾ വീഴ്ത്തിക്കൊണ്ടും ഘോരമായ ശബ്ദങ്ങളിലൂടെയും നശിപ്പിക്കാൻ അവർക്ക് സാധിക്കും. പക്ഷേ ചില കാര്യങ്ങൾ ചിലരിലൂടെ നമുക്ക് പഠിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സന്ദർഭങ്ങൾ ഒരുക്കി തന്നിരിക്കുകയാണ്. ومن يولهم يومئذ دبره إلا متفرحا للقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم وبئس المصير. യുദ്ധതന്ത്രത്തിനായി സ്ഥാനം മാറുന്നതിനോ സ്വന്തം സംഘത്തോടൊപ്പം ചേരുന്നതിനോ അല്ലാതെ അന്ന് അവരിൽ നിന്ന്, നിങ്ങളുടെ അതായത് ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് വല്ലവനും പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അവൻ അള്ളാഹുവിന് അള്ളാഹുവിൽ നിന്നുള്ള കോപത്തിന് പാത്രമായിരിക്കും. അവന്റെ സങ്കേതം നരകമായിരിക്കുന്നതാണ്. ചെന്നു ചേരാൻ കൊള്ളാത്തൊരു സ്ഥലമത്രേ അത്. നരകം എന്ന് പറയുന്നത് ചെന്ന് ചേരാൻ കൊള്ളാത്തൊരു സ്ഥലവും പരിശുദ്ധ ഖുർആൻ പറയും. നമ്മളത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. യുദ്ധത്തില് ശത്രുവിനോട് എന്ത് ചെയ്യരുത്? ചേരാൻ പാടില്ല. അതെന്തായാലും ചേരില്ലല്ലോ. രണ്ടുപേര് ഫൈറ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ശത്രുവാണ്.
പക്ഷെ പിന്തിരിഞ്ഞോടാൻ സാധ്യതയുണ്ട്. ഒരു ഏരിയയിലേക്ക് യുദ്ധം ഇരച്ചു കയറുമ്പോൾ ഒരുപക്ഷെ ഭയപ്പെട്ടുകൊണ്ടോടാം. അല്ലാഹു പറയാണ്, നിങ്ങൾ ഓടരുത്. വിശ്വാസികളെ, നിങ്ങൾ ഓടിയാൽ നിങ്ങൾ പോകുന്നത് നരകത്തിലേക്കാണ്. എന്നാൽ നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ, നിങ്ങൾ വിജയിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് ഈ പറയുന്നത്. യുദ്ധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥാനം മാറി യുദ്ധം ചെയ്യുന്നതിന് തെറ്റില്ല. അടുത്തൊരു സംഘത്തോട് ചേരുന്നതിനും നിങ്ങൾക്ക് തെറ്റില്ല. എന്നാൽ പിന്തിരിഞ്ഞ് കളയുന്ന പക്ഷമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമാകുന്നതാണ്. ഭീരുക്കളായി മടങ്ങിപ്പോകരുത്. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുകയാണ്, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസന ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലാഹു പറയുകയാണ്, എന്നാൽ നിങ്ങൾ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അല്ലാഹുവാണ് അവരെ കൊലപ്പെടുത്തിയത്. നബിയെ താങ്കൾ എറിഞ്ഞ സമയത്ത് താങ്കൾ എറിഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാഹുവാണ് എറിഞ്ഞത്. തന്റെ ഭാഗത്തു നിന്നുള്ള ഗുണകരമായ ഒരു പരീക്ഷണത്തിലൂടെ അല്ലാഹു പടച്ച തമ്പുരാൻ സത്യവിശ്വാസികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ബദർ യുദ്ധത്തിൽ അല്ലാഹുവാണ് എല്ലാം ചെയ്തത്. ذلكم وأن الله موهن كيد الكافرين. അതാണ് കാര്യം. സത്യനിഷേധികളുടെ തന്ത്രത്തെ അല്ലാഹു ബലഹീനമാക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇൻ തസ്തഫ്തിഹൂ വഖദ് ജാഅകുമുൽ ഫതഹ് വഇൻ തൻതഹൂ തൻതഹൂ വഹുവ ഖൈറുൻ ലക്കും വഇൻ തഊദൂ നഅദു വലൻ തുഗ്നിയ അൻഹും ഫിഅതുകും ശൈഅൻ വലൗ കഥറത് വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. സത്യനിഷേധികളെ, നിങ്ങൾ വിജയമായിരുന്നു തേടിയിരുന്നതെങ്കിൽ, സത്യനിഷേധികളെ നിങ്ങൾ വിജയമായിരുന്നു തേടിയിരുന്നതെങ്കിൽ ആ വിജയമിതാ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിലോ നാമും ആവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ സംഘം എത്ര എണ്ണ കൂടുതലാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. അല്ലാഹു സത്യവിശ്വാസികളുടെ കൂടെ തന്നെയാണ്. ജനങ്ങളെ, അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നവൻ എന്തിനു ഭയപ്പെടണം? അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നവർ സത്യനിഷേധികളുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ എന്തിനു ഭയപ്പെടണം? അല്ലാഹു കൂടെയുണ്ടെന്നുള്ള ഇന്നല്ലാഹ മഅനാ ഹസ്ബുനല്ലാഹ്. അല്ലാഹുവിനെ കൂടെയുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ പരാജയപ്പെടുകയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വറസൂലഹു വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവേയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. സത്യസന്ദേശം കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ, ആ പ്രവാചകനെ വിട്ട് തിരിഞ്ഞു കളയരുതേ. അന്നത്തെ ആളുകളോട് പറയുന്നു, അതേ വാക്കുകൾ തന്നെ ഇന്നും അതാ ആവർത്തിക്കുകയാണ്. അള്ളാന്റെ റസൂൽ എന്താണോ ലോകത്തിലേക്ക് കാഴ്ചവെച്ചത്, അള്ളാഹു എന്താണോ ലോകത്തിലേക്ക് നൽകിയത്, ആ വചനത്തെയല്ലയോ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ആ വചനത്തിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പാരത്രിക ലോകത്ത് നമ്മൾക്ക് വിജയിക്കാം. ദുന്യവിയായ ലോകത്ത് നമുക്ക് ശാന്തിയും സമാധാനവും ദുഃഖവും അതായത് ശാന്തിയും സമാധാനവും ഉണ്ടാകും. ദുഃഖവും വിഷമവും എല്ലാം മാറിക്കിട്ടുകയും ചെയ്യും.
അല്ലാഹു എന്റെ കൂടെയുണ്ടെങ്കിൽ ഒരുത്തനും ഒരു ആത്മഹത്യയിലേക്ക് പോകുകയില്ല. കാരണം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു വിശ്വാസിയുടെ പിന്നിൽ കിടന്ന് പ്രവർത്തിക്കുമ്പോൾ അവന്റെ കുതന്ത്രങ്ങൾ ഒരു വിശ്വാസിയുടെ മേൽ ഫലിക്കുകയില്ല. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അതിന് പറ്റില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ഇബ്ലീസിനോട് അല്ലാഹു പറഞ്ഞു, നീ എത്ര തന്ത്രങ്ങൾ പയറ്റിയാലും എന്നെ വിശ്വസിക്കുന്ന എന്റെ യഥാർത്ഥ വിശ്വാസിയെ നിനക്ക് തൊടാൻ സ്പർശിക്കാൻ സാധിക്കില്ല എന്ന് ലോകത്തിന്റെ അധിപനായ മാലിക്കുൽ മുലൂക്കായ പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വിശ്വാസം ഏകനായ പടച്ച തമ്പുരാനിൽ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരാധന നടത്തുക. അതാണ് ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തും വിജയം. ലക്ഷ്യം നമ്മുടെ പാരത്രിക ലോകമാകട്ടെ. മരണം നമ്മുടെ മുന്നിൽ എപ്പോഴും സദാ സമയവും നിൽക്കുകയാണെന്നുള്ള ചിന്ത ഓരോ മുസൽമാനും, ഓരോ ഹൈന്ദവനും, ഓരോ ക്രൈസ്തവനും ഉണ്ടായിരിക്കണം. അറിവുകൾ പഠിക്കുക, പഠിപ്പിച്ചു തരുന്ന അറിവുകൾ യാഥാർത്ഥ്യമാണോ എന്ന് താരതമ്യ തുലനം ചെയ്തുകൊണ്ട് പഠിക്കുക. സർവേശ്വരനായ പടച്ച തമ്പുരാൻ, ലോകത്തിന്റെ അധിപനായ നാഥൻ എല്ലാവർക്കും നല്ലത് ചിന്തിക്കുവാനുള്ള നല്ല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കും.